ഇന്നത്തെ ഈ സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഗൂഗിൾ മീറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലം അതിനുള്ള സൊല്യൂഷനുമാണ്. നമ്മൾ ഗൂഗിൾ മീറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുമ്പോഴായിരിക്കും ചില സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ അകത്ത് ഈ കുട്ടികൾ പെർമിഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിനെ അത് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ കുട്ടികളെ നമ്മൾ ജോയിൻ ചെയ്യിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. ഇപ്പം 10 മിനിറ്റ്സ് കഴിഞ്ഞും ചില കുട്ടികൾ വരും, അവരെയും ജോയിൻ ചെയ്യിക്കണം. ഇതിൻ്റെ വേസ്റ്റ് സിനാരിയോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് തുടങ്ങി നമ്മൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴും ചില കുട്ടികൾ ജോയിൻ ചെയ്യാനായിട്ട് പെർമിഷന് വേണ്ടി കാത്തു നിൽക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വരുന്നതിൻ്റെ അലേർട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഗൂഗിളിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് കഴിവതും ഗൂഗിൾ ക്രോം എന്നുള്ള ബ്രൗസറിലായിരിക്കണം. അതിന് കാരണം നമുക്കറിയാം ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അതിൻ്റെ എക്സ്റ്റൻഷൻസ് എന്ന് പറയും, അതെല്ലാം ഗൂഗിൾ മീറ്റിൻ്റെ എല്ലാ എക്സ്റ്റൻഷനും സൂട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്നത് അത് ഗൂഗിൾ ക്രോമിലായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറയുകയാണ്. നമ്മൾ ഗൂഗിൾ ചെയ്യുക, അവിടെ നമ്മൾ ഓട്ടോ അഡ്മിറ്റ് ഇൻ ഗൂഗിൾ മീറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേ അത് അവിടെ വരും. ഓട്ടോ അഡ്മിറ്റ് ഇൻ ഗൂഗിൾ മീറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള രീതി ഇത് തന്നെയാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഓട്ടോ അഡ്മിറ്റ് എന്നും പറഞ്ഞ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ടു ക്രോം എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഒരു വിൻഡോയും കൂടെ വരും, അവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്നും പറഞ്ഞുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ക്രോം എന്നുണ്ട്. അതായത് ആ ബ്രൗസറിലേക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉള്ള എക്സ്റ്റൻഷൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഐക്കൺ അല്ലാതെ പല ഐക്കൺസും കിട്ടും. ഈ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എടുത്തിട്ട് അവിടെ ക്രോം വെബ് സ്റ്റോർ എന്നും പറഞ്ഞുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ നമ്മൾ പ്ലേ സ്റ്റോർ പോലെ ക്രോം വെബ് സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം കിട്ടുന്ന ഒരു സൈറ്റാണ് ക്രോം വെബ് സ്റ്റോർ. അവിടെ ഈ സെർച്ച് ദ സ്റ്റോർ എന്ന് പറയുന്നിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ അഡ്മിറ്റ് ഇൻ ഗൂഗിൾ മീറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ വന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഒത്തിരി കുറേ അധികം എക്സ്റ്റൻഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വണ്ണാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേറെ വേണമെങ്കിലും എക്സ്റ്റൻഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. കഴിവതും ഈ ഫസ്റ്റ് വൺ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി ഇതാണ് ചെയ്തത്. അത് ചെയ്തുകൊണ്ട് നമ്മളിപ്പം ആഡ് ടു ക്രോം എന്ന് പറഞ്ഞു, അത് നമ്മൾ ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക, അത് ആഡ് ചെയ്യും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഉള്ള ഒരു പ്രശ്നം, നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്ന പലപ്പോഴും നമുക്ക് അറിയത്തില്ല. നമ്മൾ അറ്റൻഡൻസ് നമുക്ക് ലഭ്യമായിട്ട് ഇല്ല. ഇപ്പം ചില കുട്ടികൾ വന്നു, ചില കുട്ടികൾ ആബ്സെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ സൊല്യൂഷനും ഇത് തന്നെയാണ്, ഒരു എക്സ്റ്റൻഷനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗൂഗിളിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ ഓട്ടോ അറ്റൻഡൻസ് ഇൻ ഗൂഗിൾ മീറ്റ് എന്ന്, നേരത്തെ ഓട്ടോ അഡ്മിറ്റ് ഇൻ ഗൂഗിൾ മീറ്റ് ആയിരുന്നു, ഇത് ഓട്ടോ അറ്റൻഡൻസ്. അപ്പം ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് എന്നും പറഞ്ഞു വരും. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു എക്സ്റ്റൻഷനാണ്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുകയാണ്. ഞാനിത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ കാണിക്കാം, അത് ഫ്രഷ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന പോലെ ഇവിടെ ഗൂഗിൾ മീറ്റ് ഒന്നും കൂടെ ഗൂഗിൾ എടുക്കുന്നു, അവിടെ ഓട്ടോ അറ്റൻഡൻസ് ഇൻ ഗൂഗിൾ മീറ്റ് ഇങ്ങനെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എക്സ്റ്റൻഷനാണ്. അവിടെ ഇപ്പം വന്നു ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടിക്കുള്ള ഒരു ഗ്രീൻ ടിക്കുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനേക എക്സ്റ്റൻഷൻസ് കാണും, അതിൻ്റെ അകത്ത് ഈ ടിക്കുള്ള ഈ പർട്ടിക്കുലർ ഇത് മാത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ടു ക്രോം നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഏത് പേരിലാണോ ലോഗിൻ ചെയ്യുന്നത് അത് നമുക്ക് അവിടെ ഒരു സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് തന്നെ കിട്ടും. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. പക്ഷെ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റുഡൻസ് പലരും അവരുടെ പേരിലായിരിക്കത്തില്ല
അപ്പം ഗൂഗിൾ മീറ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 ക്ലാസ്സിൽ നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളുടെ പേരിൽ തന്നെ വേണം അവരെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് അറ്റൻഡൻസ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു, വേറൊന്നുമില്ല, ഇത് ഓട്ടോമാറ്റിക്കലി ആഡായി. ഇനി നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വിൻഡോ കാണിക്കാം. നേരത്തെ ഞാൻ ചെയ്തിട്ടിരുന്നതാണ്. നോക്കുക, ഇതിൻ്റെ അകത്ത് ഞാനൊരു ഹോസ്റ്റ് ചെയ്തു. ഹോസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ വരും. ഞാൻ ക്ലാസ്സിൻ്റെ പേര് 12 എന്നാണ് കൊടുത്തത്. അതിൻ്റെ അകത്ത് ഈ ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് നോക്കിയാൽ കാണാം. അത് അതിൻ്റെ അകത്ത് ഞാൻ പ്രജിത് മാത്യൂസ് എന്ന് പറഞ്ഞ് വേറെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പേര് കാണാം, പ്രജിത് മാത്യൂസിന്റെ താഴേക്ക് നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് പോലെ, എക്സലിലെ ഷീറ്റ് പോലെയും ഇത് കിട്ടും. ഇതിൻ്റെ അകത്ത് ഈ കുട്ടി ജോയിൻ ചെയ്തിട്ടത്തേന് എപ്പം ലെഫ്റ്റ് ആയെന്നും കാണിക്കും. നമ്മൾ ഇപ്പം ആദ്യം ജോയിൻ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ആ സമയത്ത് അത് പോയെന്നും കാണിക്കും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണം ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ അകത്ത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.